പാരീസ് ഈഫൽ ടവർ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഒരു ബസ് ഫുള്ളായിട്ട് ഫ്രീ ആയി ബുക്ക് ചെയ്ത് പോവാ. ഒരു മനുഷ്യനില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, അത് ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ട് ഞാനും ചെയ്തുമുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് പാരീസ് കാണാൻ പോകുന്നു. പാരീസ് ഒരു മനുഷ്യല്ലേ വണ്ടിയിൽ. ഇപ്പോൾ ഏകദേശം നമ്മൾ വണ്ടി കയറിയിട്ട് ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുക, ഒരാളുമില്ല. ഇതിൻ്റെ കാർഡ് മറക്കാവുന്നില്ല, അതുകൊണ്ട് ഫ്രീ ആണ്. പിന്നെ നമ്മൾ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ പാരീസ് കാണാൻ പോകുന്ന നമ്മൾ രണ്ടുപേരും വലിയൊരാഗ്രഹമായി. പാരീസിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ ഇടയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു ഷോപ്പിങ്ങിനായിട്ട് പോയതാണ്. ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടുത്തെ ബസ്സൊക്കെ നല്ല രസമുണ്ടല്ലോ. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. Paris Nord. Prochain arrêt, Saint-Quentin. തിരിഞ്ഞിരിക്കണോ? അവിടെ ഇരുന്നാലോ? ഇതാണോ? നമ്മളെന്തായാലും ടിക്കറ്റ് എടുത്താണല്ലോ. മോളിൽ പോണോ? പഠിപ്പിക്കണം. മോളിൽ പോവാം. ഇവിടെ ഇരിക്കാം.
ഫ്രാൻസിലെ മുകളിലത്തെ നിലയിൽ വാ. അങ്ങോട്ട് വാ, അവിടെ അങ്ങോട്ട് മാറിപ്പോവാം. നമുക്ക് അങ്ങോട്ട് പോയിട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് போலாமா? டைம் பத்தாது போல. ടൈം കഴിഞ്ഞോണ്ടേ ഇരിക്കുന്നത്. അപ്പുറത്ത് പോകണോ? അപ്പുറത്ത് പോയിട്ട് അങ്ങനെ അതിലേക്കൂടെ കയറി പോകണം. ടവറിങ്ങதான் இருக்கு. ഇങ്ങ പോയിട്ട് അതിലേ കയറി അപ്പുറത്തോട്ട് പോവാം. വാ. ടവർ മേലെ പോലാന്ന് பார்த்தேன். അല്ല മേലെ പോവാം. നമ്മൾ ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് നടന്ന് അപ്പുറത്ത് പോവാം. അങ്ങനെ ഈഫിൾ ടവറിന് മുന്നിലെത്തി നമ്മൾ. ഒരുപാട് വർഷത്തെ ഓക്കെ. വാ, എവിടുന്ന ടിക്കറ്റ് എടുക്കുന്ന? ഈഫിൾ ടവറിൽ ധാരാളം പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഉയരം ഏകദേശം 330 മീറ്ററാണ്. കൂടാതെ ഇതിൽ 3 നിലകൾ ഉണ്ട്. ലിഫ്റ്റുകളിലായിട്ട് നമുക്കതിനകത്ത് കയറി പോകാൻ കഴിയും. മുകളിലത്തെ നിലയിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ലിഫ്റ്റിലൂടെയും നമുക്ക് പോകാം, അല്ലാതെ സ്റ്റെപ്പ് വഴിയും കയറി പോകാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ 3ാമത്തെ നിലയിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. വർഷം തോറും ദശലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഈഫിൾ ടവർ കാണാനെത്തുന്നത്. ഈഫിൾ ടവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കഥകളും ചരിത്രങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. 1889 ഇത് നിർമ്മാണം പൂർത്തിയാകുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ ഒന്നായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പലരും ഇതിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതും അന്ന് ആ കാലഘട്ടങ്ങളിൽ ഒരു സത്യമായിരുന്നു. ഒരു താൽക്കാലിക നിർമ്മിതിയായിട്ടാണ് പലരും ഇതിനെ കണ്ടിരുന്നത്. എന്നാൽ ഇത് പാരീസിൻ്റെ പ്രതീകമായി മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സെൻറ്ററായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. ഈഫിൾ ടവറിൽ ഒരുപാട് രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കഥകൾ, ചരിത്രങ്ങൾ ഒക്കെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ മനോഹരമാണ്. എല്ലാവരും വന്ന് കാണുക. കളർഫുള്ളായിട്ടുള്ള സാധനം.
Yo tengo los regalos para Mario. Iya. ആയിരത്തി 1889 ലോക പ്രദർശനത്തിനായി നിർമ്മിച്ച ഈ കൂറ്റൻ ഇരുമ്പ് സൗധം ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. ഈഫിൽ ടവർ പാരീസിൻ്റെ അഭിമാനമാണ്. ഗുസ്താവ് ഈഫിൾ എന്ന ഒരു എഞ്ചിനീയറാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. രാത്രിയിൽ ഈഫിൽ ടവർ ദീപാലങ്കാരങ്ങളാൽ തിളങ്ങുന്നത് മനോഹരമായ കാഴ്ചയാണ്. വളരെ നല്ല, അത് നേരിട്ട് പോയി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയാം കേട്ടോ. വീഡിയോയിലൂടെ ഒന്നും കണ്ടാൽ അതിൻ്റെ ഒരു ഭംഗി അറിയില്ല. ഇത് മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകളാലും വളരെയധികം മനോഹരമായി കാണാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾക്കത് കാണാൻ കഴിഞ്ഞില്ല, പക്ഷേ ഞാൻ അതിലേക്കൂടെ വാഹനത്തിൽ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. നമ്മൾ പോയ സമയത്ത് അതിനു മുമ്പ് തന്നെ നമ്മൾ അവിടുന്ന് വരേണ്ടി വന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല അനുഭവമാണ്. പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. കാണാത്തവർ കാണുന്ന സ്വപ്നങ്ങൾ എത്രത്തോളം നമ്മൾ തീവ്രമാണോ, എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ, അതനുസരിച്ച് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിനൊരു ഉദാഹരണം കൂടെയാണ്. മട്ടൻ ബിരിയാണി. നമുക്ക് റെഡ് കഴിക്കാം. അതെ, ഓ അടിപൊളി ഹോള്.
ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷന് പ്രത്യേകം നേരിട്ട് 6-7 നിലയുണ്ട്. അയ്യോ മെട്രോ ട്രെയിനൊക്കെ കണ്ടുപിടിക്കാനേ പാടാ. ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. ഇത് ഇൻ്റർനാഷണൽ ഓടുന്ന സ്റ്റേഷനാണ്. ഇതിൻ്റെ താഴെയാണ് മെട്രോ സ്റ്റേഷൻ. ഒരു 4-5 നിലയോളം ഉണ്ട്. എത്ര നിലയുണ്ടാകുന്ന കിഴക്കിൽ 5 നിലയ്ക്ക് മുകളിൽ എടുക്കില്ലേ കിഴക്ക് ഒരു അങ്ങനെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു. ആഗ്രഹങ്ങൾ എത്ര വലുതായാലും അത് നമ്മൾ എത്രത്തോളം തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടോ അത് സാധിക്കുമെന്നുള്ളതിന് ഒരു ഉദാഹരണമായി ഞാൻ കാണുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈഫൽ ടവർ കാണണമെന്ന് ആഗ്രഹിച്ചു. എങ്ങനെ അത് സാധിക്കുമെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ കാണണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു നാൾ ഞാൻ കാണും എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെ എപ്പോഴെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എന്നാലും അത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളത് എത്രത്തോളം തീവ്രമായി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് സാധിക്കും എന്നുള്ളതിനൊരു ഉദാഹരണം കൂടെയാണ്. തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങൾ മുറുകെ പിടിക്കുക. ഉറക്കത്തിൽ കാണുന്നതല്ല ഉറക്കം കെടുത്തുന്നതാവണം നമ്മുടെ സ്വപ്നം എന്നുള്ളതൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും അതുപോലെ ഒന്നാണ്. നല്ല അനുഭവങ്ങളായിരുന്നു. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. ട്രെയിനും മെട്രോയും സ്റ്റേയും ഫുഡും നല്ല രസമായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. തിരിച്ചുള്ള യാത്രയാണ്. തിരിച്ച് നേരെ ഇനി അടുത്ത എൻ്റെ ഡ്യൂട്ടി സ്ഥലത്തേക്ക്. അങ്ങനെ 4-5 ദിവസത്തെ ഓഫൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു.